വീഡിയോ എടുക്കും. ആ ഓക്കെ ഓക്കെ. എനിക്ക് ഷൂട്ട് ചെയ്യില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ്. ഹലോ എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചേത്തി. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മൂവാറ്റുപുഴയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനല്ല താരം, എൻ്റെ കൂടെ ഉള്ള ഈ സ്കോഡ ഒക്ടാവിയം അതുപോലെ തന്നെ ഈ വണ്ടി യൂസ് ചെയ്യുന്നത്, അല്ല ഈ വണ്ടിയുടെ ഓണറും ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ സ്കോഡയൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നത്, എന്തിനാന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടിട്ടാണ് ഈ വണ്ടി ചൂസ് ചെയ്ത് ഇതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മൾ ഈ വണ്ടീനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടൻ ആക്ച്വലി ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കളിയാക്കൽ എന്തൊക്കെയായിരിക്കും, അതൊന്ന് ജസ്റ്റ് പറയുമോ? കളിയാക്കലുകള് ദൈവമാണ് ഒരു സ്കോഡ. എല്ലാം ഇവിടെ സംഭവിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആണ് ഇത് അല്ലേ? കൊള്ളാം. കളിയാക്കലുകള് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ നമ്മുടെ വേണ്ടപ്പെട്ടവർ വന്നിട്ട് പറയും നമുക്ക് എന്തിനാടാ ഇത്ര വലിയ ഇതുള്ള, നമുക്ക് അതിൻ്റെ അല്ല. നമ്മൾ എന്താ പറയുക, ഡ്രൈവിലൊരു എന്തൂസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന രീതിയിലുള്ള വണ്ടി നമ്മൾ എടുത്തിരിക്കും. അപ്പം ഈ ഒരു വണ്ടിക്ക് എനിക്ക് സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് 4 മാസം അല്ല 5 മാസം കൂടുമ്പോഴാണ് ഈ പറഞ്ഞൊരു 20 രൂപയുടെ നമുക്ക് സർവീസ് ചാർജ്. നമ്മളൊരു ഫസ്റ്റ് സ്റ്റാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാസം ഒരു 10,000 രൂപ ഉണ്ടെന്ന് വയ്ക്കും. അത് 4 മാസം കൂട്ടി വെക്കണ പൈസ വരുന്നുള്ളൂ. വേണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താലായിരിക്കും അന്ന് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. നമുക്കൊരു 1.5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതെ അതെ. ഇതിലിപ്പോ എക്സ്ട്രാ ഈ വണ്ടി എടുത്തതിന് ശേഷം ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്? എക്സ്ട്രാ ആയിട്ട് ഞാനിപ്പോൾ ചെയ്തത്, നിലവിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ വണ്ടി കിട്ടിയത്. അത് അഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്തേക്കണത് അതിനകത്ത് അണ്ടർ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അണ്ടർ ലൈറ്റ് അണ്ടർ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്, പുതിയ പാർട്സുകൾ വരുന്നു, അതെല്ലാം മേടിച്ച് വെക്കുന്നു ഉള്ള കാര്യങ്ങളാണ്. വണ്ടി ഓട്ടോ ഉണ്ട്, അതുപോലെ ഓട്ടോ ഇല്ലെന്നല്ല, നല്ല രീതിയിൽ ഓട്ടോ ഉണ്ട്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് കയറ്റി വെച്ചിട്ടില്ല, നമുക്ക് അത്യാവശ്യത്തിനുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോ എടുക്കും. ആ ഓക്കെ ഓക്കെ. എനിക്ക് ഷൂട്ട് ചെയ്യില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ്. ആ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ആൾക്ക് കാർ പെയിന്റിങ്ങിന്റെ പരിപാടിയാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഗുഡ്. നിതിൻ മാത്യു കേട്ടോ, നിതിൻ മാത്യു എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഇപ്പൊ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ചേട്ടനെ കണ്ടതാണ്. എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പൊ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഫ്ലൈ വീൽസ് അവിടെ വെച്ചെന്തോ തോന്നുന്നു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്നും മിണ്ടിയതാണ്. എല്ലാവരും അങ്ങനെയാണ്, അവർക്ക് സംസാരിക്കാനായിട്ട് ഇതുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് മെസ്സേജിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യില്ലേ, അതുപോലെ ഉണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇതുണ്ടോ? ആ എടുക്കാം. വാ വാ ഇങ്ങോട്ട് വന്ന്. ആ അമ്പോ ഇത് നോക്കിയേ, ഫെയ്ത്ത് മോൻ ഡേവിഡ് എന്നാണ് കേട്ടോ. ആളൊരു ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. ഇൻഫ്ലുവൻസ് മീൻസ് യൂട്യൂബർ ആണ്. ഇതേ ആള് വീഡിയോസും കാര്യങ്ങളൊക്കെ വ്യൂസ് കൂടുതലാണല്ലോ. 14K വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, ആളുടെ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും കയറി ചെക്ക് ഔട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തിരിക്കട്ടെ. വെളുത്തിരിക്കാം. ഓക്കെ, ഹെൽമെറ്റ്. ഓക്കെ, താങ്ക് യു. ആ വീഡിയോ, ഫോട്ടോ വീഡിയോ. ആ ഓക്കെ ഓക്കെ. ആ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അറിയാവുന്ന, ഐ മീൻ എന്നെ കണ്ടിട്ടുള്ള ആളുകളാണ്. അവരിവിടെ നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ പെട്ടെന്ന് നോക്കി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആളെന്ന് ഇങ്ങനെ നോക്കണം നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് 3 പേർക്കും സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ടായിട്ടോ. പക്ഷേ കുഴപ്പമില്ല, അതിൽ ഒരാളുടെ യൂട്യൂബ് ചാനൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അവർക്ക് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടും ഒച്ച വെച്ചിട്ടൊക്കെ ഭയങ്കര കുറവാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആളുകൾ. പക്ഷെ അങ്ങനെയുള്ള ആള് അത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ആളങ്ങനത്തെ ഒരു അതെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും. അതെ അതെ, സത്യമായിട്ട് അതെ. എന്തായാലും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഞാൻ എന്തായാലും അത് മറക്കത്തില്ല. എന്തായാലും അവരെപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടാവും. ഞാൻ വിചാരിച്ചില്ല ആക്ച്വലി അവർക്ക് അങ്ങനെ ഒരു, ഞാൻ കളിയാക്കി പറഞ്ഞു സെൽഫി എടുക്കാനായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അയ്യോ, ഞാൻ അതിൽ നിന്ന് പോന്നിട്ടില്ല. ഞാൻ അവരെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ കണ്ടന്റിലേക്ക് പോവാം. എന്തായാലും അവരെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവൻ്റെ പേര് എന്താണ്, ഫെയ്ത്ത് മോൻ അങ്ങനെ എന്തോട്ടാണ് അവൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ടൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കോ കിട്ടുള്ള അവർക്കങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ബിജിത്തേട്ടനോട് ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പോയ സമയത്ത് ചേട്ടനോട് കുറേ പേര് പറഞ്ഞായിരുന്നല്ലോ, എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടടാ മെയിൻ്റനൻസ് കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ലോങ് ഡ്രൈവിനായിരിക്കുമോ കുറച്ചും കൂടെ ബെറ്റർ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നോർമൽ വണ്ടിക്ക് നമ്മുടെ സർവീസിന് എന്ത് കോസ്റ്റ് ആവുമെന്നോ അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റിന് അത് കൂടുതലാണെന്നുള്ളൂ. കാരണം ഇത് 10-15 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പാർട്സിനുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ നിലവിൽ വരും. പുതിയ വണ്ടിക്ക് അത്ര കംപ്ലൈൻറ്റുകൾ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വൺസ് ഒരു ടൈം അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളതിങ്ങനെ പതുക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് ഓരോ പ്രാവശ്യം കയറുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 4 മാസം മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എത്ര വരാറുണ്ട്? അത് ഒരു 20 to 30 നമുക്ക് വരാറുണ്ട്. ഇപ്രാവശ്യം ചെയ്തത് കുറച്ചൊരു മൊത്തം ചിലവണം കൂടിയിട്ട്, പക്ഷേ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒരു 40 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള കുറച്ച് എക്സ്പെൻസ്, അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൂട്ടും. ബിക്കോസ് നമ്മൾ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ റൈഡ് എങ്ങനെ ഉണ്ടായി? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മറ്റേ എയർ ഇൻടേക്കിന്റെ ആ ഒരു ശബ്ദമില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് അത് എന്താണ്, ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സ്കോഡ അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല. പക്ഷേ ഈ പഴയ മോഡല് പുതിയത് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ മോഡൽ ഇത്രയും ആ ഒരു ടെർബോ ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരുന്ന് ബാക്കിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് എനിക്കത് കിട്ടിയത്. ഇനി ഒന്ന് ഓടിച്ചു നോക്കണം, അപ്പോൾ കുറച്ചും കൂടെ കിട്ടും.